നമസ്കാരം, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ജിജി ജോസഫാണ്. മാതാ കോളേജും ടീമും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് ഇന്ന് അന്താരാഷ്ട്ര നഴ്സിംഗ് ഡേ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രോഗ്രാമുകളാണ് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടകനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MLA MR ബൈജു ആണ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, കാട്ടാക്കട ഞങ്ങളുടെ ഈ വാർഡിൻ്റെ മെമ്പർ, റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ട്, ഡോക്ടറേറ്റ് ഇപ്പം നേടിയ നമ്മുടെ നന്ദകുമാർ, എൻ്റെ പഴയ സ്റ്റുഡൻറ്റ് സജിത സത്യൻ എന്നിവർ അടങ്ങിയ വലിയ ഒരു പ്രോഗ്രാമാണ് ഇന്ന് ഞങ്ങളിവിടെ നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു ഇനോഗ്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ MR ബൈജു സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ കാട്ടാക്കടയിലെ MLA ആയതുകൊണ്ട് ആദ്യമായിട്ട് MLA കാട്ടാക്കടയിലെ ഒരു പ്രോഗ്രാം വേണ്ട MLA ഞങ്ങൾ ഈ വേദിയിൽ ആദരിക്കുകയും ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ ഡോക്ടറേറ്റ് നേടിയ നന്ദകുമാറിനെ ആദരിക്കുന്നുണ്ട്. റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ടിനെയും ആദരിക്കുന്നുണ്ട്. എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റ് നഴ്സായ സജിത സത്യനെയും ഞങ്ങൾ ആദരിക്കുന്നു. ഒരു കട്ടിങ്, ഫ്ലാഗ് ഓഫ്, റാലി, വിവിധ തരത്തിലുള്ള റോഡ് ഷോ, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഒറ്റ വാക്കിലങ്ങ് നമസ്കാരം പറയുകയാണ്. കാരണം MLAക്കും പ്രസിഡന്റിനും എല്ലാം പോവാൻ പ്രതിയായിരിക്കുകയാണ്. നേഴ്സുമാർ ലോകത്തിന്റെ പലയിടങ്ങളിലായി ജീവൻ വെടിയേറും. അവരൊക്കെ മുഖം ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നില്ല. പക്ഷെ അവർ നൽകിയ സേവനം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർക്കണം. നമ്മളിന്ന് ആശുപത്രിയിൽ കടന്നു പോകുന്ന ആശുപത്രിയിൽ ഡോക്ടർമാരുടെ നഴ്സുമാരുടെയൊക്കെ സേവന കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ ആശുപത്രിയിലേക്ക് കിടക്കുന്ന അത്തരം വിഷയങ്ങൾ ഓർമ്മിക്കേണ്ട അല്ലല്ലോ. പക്ഷേ ആശുപത്രിയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ആശുപത്രികൾ, നഴ്സുമാരുടെ സർക്കാർ തലത്തിൽ അവാർഡ് കിട്ടിയ ജമാദേവ് ഒരു നേഴ്സിനെ കുറിച്ച് നമുക്ക് അവർ സർക്കാർ തലത്തിലാണ് കാലഘട്ടം ഓടിക്കുകയാണ്. ഞാൻ സന്ധ്യ കഴിഞ്ഞൊക്കെ ഞാൻ ബൈക്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നേഴ്സ് വരുമ്പോൾ വളരെ പ്രസന്നതയോടെ നമ്മൾ ചിരിക്കുന്നത് കാണും. പക്ഷെ അവർ അനുഭവിക്കുന്ന ദുഃഖകരമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആ ബുദ്ധിമുട്ട് അദ്ദേഹം എല്ലാ കണക്കെടുപ്പോഴും വളരെ സന്തോഷത്തോടെ, അത് നമ്മുടെ മനസ്സിന്റെ ഒരു സന്തോഷം, നമ്മൾ ചെയ്ത ജോലിയിലുള്ള സംതൃപ്തിക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം പകർന്നിച്ച് പോയി എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസന്തോഷം, അത് തീർച്ചയായിട്ടും ഇവിടെ കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവർക്കും ജീവിതത്തിൽ പകർത്തണം എന്നുള്ള ഒരു ആഗ്രഹവും താല്പര്യം മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കൂ. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഓരോ രോഗിയുടെയും മുഖത്തെ പുഞ്ചിരി വീണ്ടും തിരികെ കൊണ്ടുവരാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന നഴ്സുമാരെ ഓർമ്മിക്കുന്ന ഒരു ദിനം കൂടിയാണ്. നേരത്തെ MLA പറഞ്ഞതുപോലെ കോവിഡ് പോലത്തെ മഹാമാരി കാലത്ത് പോലും സ്വന്തം ജീവിതം പോലും മറന്നുകൊണ്ട് ജനങ്ങളെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കാൻ അഹോരാത്രം മുന്നിട്ടിറങ്ങുന്ന നഴ്സുമാരാണ്. അത് ആശുപത്രികളാവട്ടെ, ആരോഗ്യ കേന്ദ്രങ്ങളിലാകട്ടെ, വീടുകളിൽ പോയാൽ പോലും അവരുടെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ആരോഗ്യം നല്ലതായിരിക്കാൻ വേണ്ടിയിട്ട് സമർപ്പണത്തോടെ പ്രയത്നിക്കുന്ന എല്ലാ നഴ്സുമാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഇനി മുന്നോട്ടുള്ള അവരുടെ യാത്രയിൽ ഒരു ദുർഘടവും പിടിച്ചത് അല്ലാതിരിക്കട്ടെ. അവർക്ക് ഇനിയുള്ള ജീവിതത്തിൽ എല്ലാ ഒരു ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു നൽകാൻ ഞങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയുണ്ടാകും. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. മാതാ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഈ പറഞ്ഞ 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സൗഹൃദമാണ്. അപ്പോ ജിജി ജോസഫ് എന്ന് പറയുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ആൾ, അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു വളർച്ചയിലേക്കുള്ള പോക്ക് നേരിട്ട് കണ്ട ഒരാളെന്നുള്ള നിലയിൽ ആ സൗഹൃദം ഞാൻ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്.
ലോക നഴ്സസ് ഡേ. ഇന്ത്യൻ വാർഡിൽ ശരിക്കും രോഗികളെ ശുശ്രൂഷിച്ച ആ ധീര വനിതയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നഴ്സസ് ഡേ കൊണ്ടാടുന്നത്. ഇന്ന് ലോകമെമ്പാടുമുള്ള നഴ്സസ് ആഘോഷിക്കുന്ന ഒരു സുദിനമാണ്. ഈ ദിനത്തിൽ ഇവിടുത്തെ ഈ ഫംഗ്ഷനിൽ എന്നെ ക്ഷണിച്ചത് ഇതിന്റെ മാഡത്തിനോടും മറ്റെല്ലാ പേരോടും ഞാൻ വളരെ നന്ദിയുണ്ട്. ഇവിടെ എല്ലാവർക്കും മനസ്സിലാണ്, പഠിക്കാനൊന്നും അറിയത്തില്ല, എവിടുത്തെ സ്റ്റുഡന്റ് ആണ്. കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും മാഡമാണ് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തത്. എനിക്ക് ജോലിയുടെ കാര്യത്തിൽ സ്റ്റുഡന്റ് ഞാൻ എടുത്തെന്ന് പറയുമ്പോൾ മാഡം എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാഫ് നേഴ്സായിട്ട് 1.5 വർഷമായി. നമുക്കെന്നും ആഘോഷമാണല്ലേ മാതാ കോളേജിന്. നഴ്സസ് ഡേ, ലാബ് ടെക്നീഷ്യൻ ഡേ, അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് ആഘോഷമാണ്. അപ്പോ ഈ ഒരു ദിവസം ഇത്രയും കുട്ടികളെയും ഇത്രയും നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരെയും നമ്മുടെ MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പറിനെയും എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോ ഒരുപാട് ദീർഘിക്കുന്നില്ല, നമുക്ക് റാലിയുണ്ട്. അപ്പം എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷത്തോടെ നേഴ്സസ് ആയിക്കോട്ടെ, ലാബ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റും ആയിക്കോട്ടെ, നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് നല്ലൊരു കുടുംബജീവിതം എല്ലാവരും നയിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. കാട്ടാക്കടക്കാരുടെ പ്രിയപ്പെട്ട ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായ രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ് 13ാം വാർഷികത്തിന്റെ തിളക്കത്തിൽ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരി വർഷാരവം. എല്ലാ വിവാഹ പർച്ചേസുകൾക്കും 20% ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. കൂടാതെ 50,000 രൂപയ്ക്ക് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് 32 ഇഞ്ച് LED ടിവിയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ തികച്ചും സൗജന്യമായി സ്വന്തമാക്കാം. കാഞ്ചീപുരം സാരികൾ, ലെഹങ്കകൾ, ദാവണി, അറബിക് ലാച്ച തുടങ്ങി വെഡിംഗ് കളക്ഷനുകളുടെ അതിശയിപ്പിക്കുന്ന ശേഖരം. കൂടാതെ മെയ്
16 ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് സ്വർണ്ണമോതിരം സമ്മാനമായി ലഭിക്കുന്നു. സ്പെഷ്യൽ ഗസ്റ്റുകളായ പാൻ ഇന്ത്യ ബ്രാഞ്ചാണ് ഉദ്ഘാടനത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ്. മെയ് 16 മുതൽ 31 വരെ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ബമ്പർ സമ്മാനമായി 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് നേടാൻ അവസരം. ഈ ആഘോഷവേളയിൽ പങ്കുചേരാൻ ഏവരെയും കാട്ടാക്കട രാജകുമാരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.